ഹലോ. സോ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ് വരുന്നത്. നമ്മൾ ഗോൾഡിൽ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു എൻട്രി ആയിരുന്നു. സോ എൻട്രിയിലേക്ക് വരുന്ന സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ സെഷൻ ഹൈയും ലോയും നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏഷ്യൻ സെഷനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എന്നൊരു പ്രോപ്പർ ട്രെൻഡ്, ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിട്ടും ഈവൻ നമ്മളെ ലണ്ടൻ സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നല്ല വോളിയം വന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അത് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോൺ എനിക്കിവിടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്യും, അവിടുന്ന് റിവേഴ്സ് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത് ഗോൾഡിന്റെ കേസിൽ. സോ മാർക്കറ്റ് ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് എത്തിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഡയറക്റ്റ് എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് ഒരു സിംഗിൾ ക്യാൻഡിൽ മിറ്റിഗേഷൻ എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ സിംഗിൾ ക്യാൻഡിൽ മിറ്റിഗേഷനിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ സോൺ പ്ലോട്ട് ചെയ്ത്. ഇത് സിംഗിൾ ക്യാൻഡിൽ മിറ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഈ സോൺ പ്ലോട്ട് ചെയ്ത് മാർക്കറ്റ് പ്രോപ്പർ ആ സോണിലേക്ക് റീച്ച് ചെയ്ത സമയത്ത് കറക്റ്റ് ഓടുന്നാണ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. എസ് എൽ എന്ന് പറയുന്നത് ജസ്റ്റ് 20 വിപ്സ് മാത്രമാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു, ആക്ച്വലി എനിക്ക് 4 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് 1:2.5, സെക്കൻഡ് ടാർഗറ്റ് 1:4.5, ദെൻ 6, ദെൻ 8 എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അതിൽ 1:2.5 എന്ന് പറയുന്നത് കുറച്ചുകൂടി മേജർ ടാർഗറ്റ് ആണ്, കാരണം അവിടെ ആണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് കിട്ടാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടോട്ടൽ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു $90 പ്രോഫിറ്റ് ആണ് ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനിയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡൗൺ മൊമെന്റം തന്നെയാണ്. മാർക്കറ്റിൽ ഒരു സ്മാർട്ട് മണി ട്രാപ്പ് ആയിട്ട് ഇതിനെ കാണാൻ സാധ്യതയുണ്ട്. സോ ഇതിന്റെ മേലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്തതിന് ശേഷം ഏകദേശം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ മൊമെന്റം ഇനി താഴോട്ട് പോകും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഇനി എനിക്കുള്ള വ്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കും.